ക്യാപിച്ചിനോ ലവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടോളൂ കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ നല്ല ക്രീമി ക്യാപിച്ചിനോ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ക്യാപിച്ചിനൊക്കെ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കണം. ഞാൻ നെസ്കഫയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എത്രയാണോ കോഫി പൗഡർ എടുക്കുന്നത് അത്രയും അളവിൽ തന്നെയാണ് പഞ്ചസാരയും ചേർത്തിട്ടുള്ളത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാം. ഇതൊരു നോർമൽ മധുരമാണ്. പിന്നെ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ 4 ടേബിൾ സ്പൂൺ വെള്ളമായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഒരു വിസ്ക്, ഞാൻ ബീറ്റർ വെച്ചിട്ടാട്ടോ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഒരു ബ്ലേഡ് മാത്രമേ അതിലേക്ക് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അത് മതി ഇതിന് നന്നായിട്ടൊന്ന് ഫ്ലഫിയായി കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇതുപോലെ അങ്ങ് ഫ്ലഫി ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ക്രീമി ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഈ ക്രീം ഉണ്ടല്ലോ, ബാക്കിയുള്ളത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റും കേട്ടോ. ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ക്രീമി ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ഒരു 3 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് നല്ല തിളപ്പിച്ച പാൽ ഒഴിക്കണം. ഈ സമയം നമുക്ക് നല്ല കട്ടിയുള്ള പാല് തിളപ്പിച്ചെടുക്കണം കേട്ടോ. വെള്ളമൊന്നും ചേർക്കാത്ത പാല് തിളപ്പിച്ചെടുക്കണം. അതായത് ചൂടോട് കൂടെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് 1 ടേബിൾ സ്പൂണും കൂടെ ഈ ഒരു കോഫി മിക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഡെക്കറേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കോഫീൻ്റെ പൗഡർ ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ക്യാപിച്ചിനോ. ബീറ്റർ ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടോ അതല്ലെങ്കിൽ ചിലരൊക്കെ അരിപ്പ വെച്ചിട്ടൊക്കെ ചായയൊക്കെ അരിക്കുന്ന അരിപ്പ വെച്ചിട്ടൊക്കെ അത് ക്രീമി തയ്യാറാക്കിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തയ്യാറാക്കിയെടുക്കും. കയ്യിന് കുറച്ച് നേരത്തെ മെനക്കേട് ഉണ്ടാവുമെന്ന് മാത്രം കേട്ടോ. എന്നാലും അതേപോലെയൊക്കെ കിട്ടും, ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ തയ്യാറാക്കി നോക്കാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. പിന്നെ ബാക്കിയുള്ള ആ ഒരു ക്രീം ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ട് അടച്ചിട്ട് നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ക്യാപിച്ചിനോ കോഫിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം പറ്റും കേട്ടോ ഈ ഒരു ക്രീം വെച്ചിട്ട്. അപ്പോൾ കുറച്ചധികം തന്നെ ഇത് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്